ലെങ്തിയാണ്, മറ്റേ അവതാർ വണ്ണേക്കാണ് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഒരു നല്ല എൻ്റർടൈനിങ് ആണ്. ടെക്നിക്കലി വളരെ സ്ട്രോങ് ആണ്. അങ്ങനെ ചോദിച്ചത് ഫസ്റ്റ് അവതാർ അങ്ങനെയൊന്നുമില്ല, ക്ലാരിറ്റി ഉണ്ട്, എനിക്ക് മനസ്സിലാവും. എല്ലാം അവതാർ ഫസ്റ്റിനെക്കാട്ടും ടൈം എടുക്കേണ്ട, അന്നുകാണ്ട് നല്ലതാണ്, ബെറ്ററാണ്. അപ്പോൾ ഇത് ജെയിംസ് ക്യാമറോൺ കൊണ്ട് നല്ലൊരു വർക്ക് തന്നെയാണ്. തിരിച്ചുവരവല്ല, അയാൾ കണ്ടിന്യൂ നല്ല പാട്ട് നല്ലതാണ്. ത്രില്ലിംഗ് ആയിട്ടാണ്, ത്രില്ലിംഗ് ഇടയ്ക്ക് സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യാം. നല്ലതാണ്. അതെ, അതെ, നല്ലതാണ്. തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട് പ്രേക്ഷകരെ ഫസ്റ്റിന് ശേഷം. വെയിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഇത്ര നേരം നല്ല രസമുണ്ട്. അത് അവസാനം പറഞ്ഞാൽ മതിയോ? നല്ല ഫസ്റ്റ് ഹാഫ് നൈസ്. ജെയിംസ് ക്യാമറോൺ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ജെയിംസ് ക്യാമറോൺ ഡയറക്ടർ സെക്കൻഡ് അതിന് ആഫ്റ്റർ ഇത് കഴിഞ്ഞ് ഇന്റർവെൻഷൻ കഴിഞ്ഞിട്ട് നോക്കാം. ഇല്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നു. ഫസ്റ്റിനെ കാട്ടി അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അതിനെക്കാട്ടി മേച്ച് നിൽക്കുന്നുണ്ട്. ഒഴിച്ചത് വെറുതെ ആയിട്ടില്ല തോന്നുന്നില്ല. സെക്കൻഡ് ഹാഫ് എന്തായാലും കണ്ടു. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ? ഫസ്റ്റിനെ കാട്ടി മേച്ച് നിൽക്കുന്നുണ്ട്. എക്സ്പെക്റ്റഡ് അത്രേ ഉള്ളൂ. ഒഴിച്ചതിൽ എന്തോ ബിഗ് വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് ഹാഫ് അത്രേ ഉള്ളൂ. കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് കണ്ടിട്ടുണ്ടോ? ശരിക്കും വാട്ടർ ഫീൽ 3D വിഷ്വൽ എഫക്റ്റ് ഒക്കെ എങ്ങനെയാണ്? വിഷ്വൽ എഫക്റ്റ് മാത്രമേ ഉള്ളൂ കുറച്ച് പ്രേക്ഷകർ പറയുന്നു. ഉള്ളതാണ്. ഫസ്റ്റ് ഹാഫ് അല്ലേ, സെക്കൻഡ് ഹാഫിൽ ഇനിയുണ്ടല്ലോ, മെജോറിറ്റി ടൈം സെക്കൻഡ് ഹാഫ് അല്ലേ. വേൾഡ് ബിൽഡിംഗ് ആണ് ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. അതും നമ്മൾ മുന്നേ കണ്ടതിനേക്കാളും കൂടുതൽ ഫോക്കസ് അതിലത്തെ ഓരോരോ ക്രീച്ചേഴ്സിനാണെങ്കിലും ഡിഫറെൻറ്റ് നാവീസിനാണെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം കണ്ടത് വെച്ചിട്ട് 3D ആണെങ്കിലും അടിപൊളിയായിരുന്നു. ബട്ട് കഥയിലോട്ട് ഇറങ്ങി ചെല്ലുന്നുള്ളൂ. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പറയാനായിട്ട് വിഷ്വൽ ട്രീറ്റ് ഇതിലാണെന്ന് പറയുന്നുണ്ട്. ശരിയാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഫസ്റ്റ് നമ്മൾ കണ്ടിട്ട് തിയേറ്ററിൽ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടുത്ത് കണ്ട പടങ്ങളെക്കാളും വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച ഇതിൻ്റെ വിഷ്വൽ ട്രീറ്റ്സ് നിൽക്കുന്നുണ്ട്. തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഫസ്റ്റ് ഹാഫ് എന്തായാലും അടിപൊളിയായിരുന്നു. 3D പക്കയാണ്, വളരെ അടിപൊളിയായിട്ടുള്ള. സാധാരണ നമ്മളൊരു എന്താ പറയുക, ക്ലട്ടേഡ് ആയിട്ടുള്ളൊരു 3D അല്ല, അതിന് പകരം എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടൈപ്പ് 3D വ്യൂ തന്നെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഹാഫിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് ഹാഫിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അത് എന്നിട്ട് അതിന് ശേഷം പറയാൻ പറ്റും. അടിപൊളി പടമല്ലേ? അല്ലല്ല, തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. നല്ലോണം ഉണ്ട് അല്ലേ? ഫസ്റ്റിനെക്കാട്ടും അടിപൊളി. പിന്നെ അല്ല, വിഷ്വൽ ട്രീറ്റ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. വിഷ്വൽ ട്രീറ്റ് അല്ല, കഥയുണ്ടോ? ഇത്തിരി സ്ലോ ആയിട്ടാണ് പോകുന്നത്. 3 മണിക്കൂറിനുള്ള പടം ഉണ്ട്. സെക്കൻഡ് ഹാഫ് കണ്ട് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യില്ല. ഫസ്റ്റ് ഹാഫ് ഒരു ഏതാ 3D എക്സ്പീരിയൻസ് അടിപൊളി. നല്ല പ്രൊജക്ഷൻ ഉള്ള തിയേറ്റർ വന്ന് കണ്ട അടിപൊളിയായിരിക്കും. ഐമാക്സിൽ കാണാനുള്ള അറിയാം. ഐമാക്സിൽ എങ്ങനെയാണെന്ന് അറിയാൻ വയ്യല്ല. അതുകൊണ്ട് ഇത് കൊള്ളാം, ഇവിടുത്തെ കൊള്ളാം. നല്ല പ്രൊജക്ഷൻ ഉള്ളതുകൊണ്ട് കൊള്ളാം. നല്ലോണം. വിഷ്വൽസ് ബേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിനെ കാട്ടി മികച്ചിരിക്കുന്നു. 3D വേറെ ലെവലാണ്. ഇത് അതായത് ഒരു ഫസ്റ്റിൽ കുറച്ച് സ്റ്റോറി കൂടുതലായിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വിഷ്വൽ ട്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് 3D എന്ന് പറഞ്ഞാൽ അത്ര നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് നിൽക്കുന്ന ഒരു എഫക്റ്റാണ്. ക്യാമറോൺ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയോ? ഫസ്റ്റ് ഹാഫ് സെറ്റാണ്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ക്യാമറോൺ തൃപ്തിപ്പെടുത്തിയോ? കുഴപ്പമില്ലാന്ന് പറയുള്ളൂ. ഫസ്റ്റിനെക്കാട്ടി മേച്ച് നിൽക്കുന്നില്ല. ഇല്ല, വിഷ്വൽ ട്രീറ്റ് മാത്രമേ ഉള്ളൂ. അതില്ല. സെക്കൻഡ് ഹാഫിന് വെയിറ്റിംഗ് ആണ്.